നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് പുരാതന കാലത്തിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചും അതുപോലെ തന്നെ പ്രാധാന്യം ഏറി നിൽക്കുന്ന ഒരു ചർച്ച് തന്നെയാണ്. ട്രിവാൻഡ്രത്തിലെ ഏറ്റവും നന്നായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയുള്ള കാര്യങ്ങളും ഒത്തിരി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗങ്ങളും വിചിത്രമായ കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ കൊത്തുപണികളാകട്ടെ ബാക്കി കാര്യങ്ങൾ ആംബിയൻസ് ആവട്ടെ എല്ലാം ഒന്നിനൊന്നും മിച്ചമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ട്രിവാൻഡ്രം സൈഡ് വരെയാണെങ്കിൽ മസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വെട്ടുകാട് ചർച്ച്. ഇത് നമുക്ക് ഭാഗമായിട്ട് വേണം എൻട്രിങ് പോയിന്റ്. അതുപോലെ തന്നെ എൻഡിങ് അവസാനിക്കുന്ന ഒരു കടൽ തീരത്തോടെയാണ് അവസാനിക്കുന്നത്. കടലും കടൽ തീരത്തോടെയാണ് അവസാനിക്കുന്നത്. ഇന്ന് ഇൻഡിപെൻഡൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫ്ലാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗിൻ്റെ തീമിൽ കുറച്ചിങ്ങനെ പൂക്കൾ ആരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വെട്ടുകാട് ചർച്ചിൻ്റെ എൻട്രി പോയിന്റ്. നമ്മൾ എൻട്രി പോയിന്റിൽ ബിഗിനിങ് സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോയി കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷമെന്ന്. നമ്മുടെ ആ ഫ്ലാഗ് കൊടിയേറ്റിയ ആ ഒരു വലിയൊരു തൂണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ എൻട്രി ആവണത് നേരെ നമ്മൾ ആ ഒരു പാത്ത്, ഒരു നടക്കേണ്ട ചെറിയൊരു പാത്തുണ്ട്, അതിൽ നിന്ന് നേരെ നമ്മൾ എൻട്രി ആവുന്നത് ചർച്ചിലോട്ടാണ്. ഇതാണ് ബ്യൂട്ടി. ഏറ്റവും മുകളിൽ യേശുവിൻ്റെ ഒരു സ്വരൂപവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ നടപാത എന്ന് വേണം പറയാൻ. ഇതാ നമ്മുടെ സ്റ്റെപ്പ് കയറി അതിലോട്ട് പോവുകയാണ് കേട്ടോ. പോയിട്ട് അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടിയും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഓരോ കൊത്തുപണികൾ അത്രയും പെർഫെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്കും ഗ്രാൻഡായിട്ട് കാണാൻ നല്ല ലെജൻഡായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എന്ത് വലിയ ചർച്ചാണ്. ഇതിനേക്കാളും വലിയ ചർച്ച് നിങ്ങൾ കണ്ടു കാണും. എന്നിരുന്നാലും ഇത് ട്രിവാൻഡ്രം ഭാഗത്തിലെ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചർച്ചിൽ ഒന്നാണ് കേട്ടോ ഈ വെട്ടുകാട് ചർച്ച്. കണ്ടല്ലോ, അവിടെയും ഓരോ കൊത്തുപണികളും ഉണ്ട്. സൈഡിൽ ഓരോ ശില്പങ്ങളുമുണ്ട്, കൊത്തുപണികളുമുണ്ട്. വേറെ ഒന്നുമില്ല. ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയത്തിന് ഇങ്ങനെ കൊത്തുപണിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽസ് ചെയ്തിട്ടുണ്ട്, ക്രോസുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മരത്തിൽ തന്നെ നമ്മൾ കൊത്തുപണിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി അകത്തോട്ട് കയറുമ്പോഴത്തേനും ഇങ്ങനെ രണ്ട് ഭാഗത്ത് നല്ല സൈലൻ്റായിട്ട് ഇപ്പോൾ നോക്കണ്ട, ഓരോ വണ്ടികളുടെ സൗണ്ട് ഇങ്ങനെ വരണതാണ് നമുക്ക് കേൾക്കുന്നത് സൈഡ് വൈസ്. അല്ലാണ്ട് ചർച്ചിൽ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ് കേട്ടോ. എല്ലാവരും പ്രെയർ ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് നേർച്ച കാര്യങ്ങളുണ്ട്, അതെല്ലാം സമർപ്പിക്കുന്നുണ്ട്. കുറേ പേര് സൈലൻ്റായിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സൈഡ് വൈയിൽ റോഡുള്ളത് കൊണ്ട് ആ വാഹനങ്ങളുടെ സൗണ്ടെല്ലാം നമുക്ക് ക്ലിയറായി കേൾക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാണ്ട് അകത്ത് ആരെയും സംസാരിക്കാൻ അലോട്ടല്ല. പ്രെയർ ചെയ്യുക, ജസ്റ്റ് വേറെ എന്തെങ്കിലും നേർച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുക. ഇത് തന്നെ അവിടുത്തെ ഏറ്റവും വലിയതായിട്ടുള്ള ഫാന് കേട്ടോ. ഇങ്ങനെ 3 ഫാനുകളുണ്ട്, ഏറ്റവും വലുത് ഒന്നുണ്ട്. ഇവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആരാണ് ഇത് ഫൗണ്ട് ചെയ്തത്, ഏത് ഫാദേഴ്സാണ് ഇത് ഫൗണ്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളി സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു മെമ്മോറിയൽ ഹാളും കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെളി സൈഡാണ് കേട്ടോ. കുറച്ച് ആൾക്കാരിങ്ങനെ കിടക്കുന്നുണ്ട്. അത് അലോഡാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ വെളിഭാഗത്ത് ഇങ്ങനെ പില്ലറൊക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡിങ് രൂപത്തിലാണ് ഇത് നമ്മൾ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്ത് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അകത്തും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് വൈസിൽ നോക്കിയാലും കുറേ ആൾക്കാർ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വെളി സൈഡിലുള്ള വിശേഷങ്ങൾ. നമ്മുടെ അകത്ത് ഒന്നുകൂടെ പോയി നോക്കി ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അങ്ങ് ബീച്ചിൽ എന്ന് വെച്ചാൽ ഏറ്റവും മുൻഭാഗത്ത് പോയി ജസ്റ്റ് ഒന്ന് നമുക്ക് ആ വീഡിയോയും കാര്യങ്ങളും നമുക്ക് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ജസ്റ്റ് നമ്മൾ വാക്ക് ചെയ്ത് മുന്നോട്ട് തന്നെ പോയിട്ട് അതിൻ്റെ സൈഡ് ബേസിൽ നമുക്ക് ആ വീടത്തിൻ്റെ ഏകദേശം മുമ്പിൽ വെച്ച് നമുക്ക് വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ അൾത്താര മെയിൻ പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മുകളിലോട്ട് നോക്കിയപ്പം അതും എനിക്ക് വിചിത്രമായ കാര്യമായിട്ട് തന്നെ തോന്നുന്നത്. ഇതെന്തോ സംതിങ് സിംബോളിക്കായിട്ട് അവർ കുത്തി വെച്ചിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ പിടികിട്ടിയില്ല എന്താണ് സിംബോളിക്കായിട്ട്. കുറേ മനുഷ്യരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അതും അവർ നല്ല അതിൻ്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ അതിൽ പകർത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ആൾക്കാരെന്ന് പറയുന്നത്. നല്ല വൈബാണ് കേട്ടോ കാണാനും. നല്ല രസവുമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ അൾത്താരയുടെ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളിനി വെളിഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഇങ്ങനെ രണ്ട് ഭാഗത്ത്, ഞാൻ അപ്പുറത്തെ ഭാഗമാണ് കഴിച്ചത്, ഇത് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം സെയിം തന്നെ, 2 നിലകളാണ്. മുകളിലത്തെ നിലയിൽ നമുക്ക് അലൗഡല്ല, ഞാൻ പോയില്ല, അലൗഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പോയില്ല. നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കടൽ കാറ്റ്, അതിൻ്റെ തീരമാണ് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതാണ് വെട്ടുകാട് ചർച്ചിലെ മെയിൻ ഹൈലൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ കടൽ തീരമാണ്. ഇതാണ് ഏറ്റവും നല്ല ഒരു വൈബ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടൽ കാറ്റും കടലിനെയും നല്ല വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയ നല്ലൊരു ചർച്ചും മനോഹരമായ ചർച്ച്, ഇതാണ് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എനിക്ക് പേഴ്സണലി. എൻ്റെതായ ഒപ്പീനിയനിൽ പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. നല്ലൊരു വൈബാണ്. ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വലി ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ലൊരു രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കടൽ തീരത്തിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കടൽ തീരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് വ്യൂ. അപ്പോൾ വെട്ടുകാടിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോണിയ ബൈ ലക്കി ചാനലിനെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സി യു.